ഹലോ. കടുപ്പം കുറഞ്ഞ കഥയിലേക്ക് ഒരു പുതിയ കഥാ സീരീസുമായാണ് ഇത്തവണ നിങ്ങൾക്കൊപ്പം. കഥകളും കളികളും നിറഞ്ഞതാവണം കുട്ടിക്കാലം. കഥകൾ കേൾക്കുമ്പോഴാണ് കുട്ടികൾക്ക് വായിക്കണം എന്ന തോന്നലുണ്ടാവുന്നത്. അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു തുടങ്ങിയാൽ കഥകൾ അറിയാം എന്ന മനസ്സിലാക്കലുണ്ടാകും. ഒരു കഥ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ആരുടെയും പിന്നാലെ നടക്കാതെ തന്നെ തനിയെ വായിച്ചു രസിക്കാനാവും എന്ന ബോധ്യവും ഉണ്ടാവും. കുട്ടിക്കാലത്ത് വായിച്ച പ്രിയപ്പെട്ട പല പുസ്തകങ്ങളുടെയും പുറംചട്ടയടക്കം ഓർമ്മയിലുണ്ട്. എങ്കിലും അച്ഛൻ ഒരിക്കൽ വാങ്ങിക്കൊണ്ടുവന്ന റഷ്യൻ ബാലസാഹിത്യ കൃതി ഒ പിറോവോസ്കോയുടെ കുട്ടികളും കളിത്തോഴരുമാണ് എൻ്റെ കുട്ടിക്കാലത്തെ പുസ്തകങ്ങളുടെ ഓർമ്മയിൽ എന്നും താരം. നമുക്ക് തീരെ പരിചിതമല്ലാത്ത ഭൂപ്രകൃതിയും ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ വസ്തുക്കളും ഒക്കെയാണ് ആ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത്. പാൽക്കട്ടി, സോസേജ് എന്നീ പദങ്ങളൊക്കെ ആദ്യം പരിചിതമായത് ആ പുസ്തകത്തിലൂടെയാണ്. പിന്നീട് എത്രയോ നാളുകൾക്ക് ശേഷമാണ് സോസേജ് എന്ന വസ്തു കാണുന്നത് തന്നെ. ഇന്ന് കഥകൾ ആസ്വദിക്കാൻ ഈ ചാനലിലെത്തുന്ന കുട്ടികൾക്കായുള്ള കഥകൾ ആസ്വദിക്കുന്ന മുതിർന്ന കുട്ടികൾക്കുമായി ഒ പിറോവോസ്കോയുടെ കുട്ടികളും കളിത്തോഴരും എന്ന നോവലിലെ ഭാഗങ്ങൾ വായിച്ചു തുടങ്ങുന്നു. ചെറുകഥയല്ല, നോവലുമല്ല, എങ്കിലും ദൈർഘ്യം കൂടുതലുള്ളതിനാൽ ഓരോ കഥയും ഒന്നിൽ കൂടുതൽ എപ്പിസോഡുകളായി നമുക്ക് കേൾക്കാം. ആദ്യ കഥയുടെ പേര് ദിയാൻകയും തോംചിക്കും. മധ്യേഷ്യയിലെ രണ്ട് വൻ നദികൾക്കിടയ്ക്ക് പച്ചപിടിച്ചു കിടക്കുന്ന ഫലഭൂയിഷ്ടമായ ഒരു പീഠഭൂമിയുണ്ട്. കസാഖ് ഭാഷയിൽ അതിൻ്റെ പേര് ജെതിസു എന്നാണ്. സപ്തനദി എന്നാണ് അർത്ഥം. സപ്തനദിയിൽ പർവ്വതങ്ങളും കാടുകളും താഴ്വാരങ്ങളും കായ്കനിത്തോട്ടങ്ങളുമുണ്ട്. അവിടെയുള്ള ഒരു പട്ടണം വിശേഷിച്ചും ആപ്പിൾ പഴങ്ങൾക്ക് പ്രസിദ്ധമാണ്. അൽമ അത്ത, അതായത് ആപ്പിളുകളുടെ പിതാവ് എന്നാണ് ആ പട്ടണത്തിന്റെ പേര്. ഒരു വലിയ സംസ്കാര കേന്ദ്രവും വ്യവസായ കേന്ദ്രവുമായ അൽമ അത്ത ഇപ്പോൾ കസാഖ് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമാണ്. ടർക്സിബ് റെയിൽപാത ഈ നഗരത്തെ സോവിയറ്റ് യൂണിയനിലെ മറ്റെല്ലാ പ്രമുഖ നഗരങ്ങളുമായി കൂട്ടിയിണക്കുന്നു. വിദൂരസ്ഥിതമായ മോസ്കോയിൽ നിന്നുള്ള ട്രെയിനുകൾ അൽമ അത്തായിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നത് ഇന്ന് ഒരു സാധാരണ കാഴ്ചയാണ്. അക്കാഡമികൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സിനിമാശാലകൾ മുതലായ വിവിധ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻ സൗധങ്ങൾ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഗിരിശൃംഗങ്ങളെ പോലെ വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നു. ചുറ്റും പർവ്വതങ്ങൾ രാജകീയ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്നു. വിശാലമായ നഗരവീഥികളിലൂടെ ട്രാമുകളും ലോറികളും ട്രോളി ബസ്സുകളും എണ്ണമറ്റ കാറുകളും ഇരമ്പി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. വെയിലേറ്റ് നിറം ഇരുണ്ട വിനോദയാത്രക്കാർ നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കൂട്ടം കൂട്ടമായി ബസ്സുകളിൽ കയറി നഗരത്തിന് ചുറ്റുമുള്ള പാർക്കുകളും മലമുകളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നു. ഒരിക്കൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഉൾനാടൻ പട്ടണമായിരുന്ന അൽമ അത്തായ്ക്ക് വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ അത് എൻ്റെ ശൈശവകാലത്ത് എനിക്ക് പരിചിതമായിരുന്ന അൽമ അത്ത അല്ല. എൻ്റെ കുട്ടിക്കാലത്ത് അൽമ അത്തയിൽ നിന്നും 600 മൈൽ അകലെക്കൂടെയാണ് ഏറ്റവും അടുത്ത റെയിൽ പാളം കടന്നുപോയിരുന്നത്. പട്ടണത്തിലെ ജനസംഖ്യ വളരെ പരിമിതമായിരുന്നു. ആണ്ടിലൊരിക്കലെങ്ങാനും അവിടെ എത്തുന്ന കാർ അന്നൊരു അത്ഭുത വസ്തുവായിരുന്നു. ചക്രത്തിന്മേലുള്ള ഈ മഹാത്ഭുതം കാണാനായി ആളുകൾ സകല പണികളും നിർത്തിവെച്ച് ഓടിയെത്തും. ഒറ്റ നില കെട്ടിടങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളുടെ ഇടയിൽ അവ ചെറിയ കുമിളുകൾ പോലെ പൊന്തി നിന്നു. വലിയൊരു കായ്കനിത്തോട്ടമുള്ള ചെറിയൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ ധാരാളം ആപ്പിൾ മരങ്ങൾ വളർന്നിരുന്നു. ഞങ്ങൾക്കത് അനേകം വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിലും പ്രധാനം. അവ ഞങ്ങൾക്കൊപ്പം വളർന്നു. ചിലതൊക്കെ വീട്ടുമൃഗങ്ങളായിരുന്നു, ചിലതൊക്കെ കാട്ടുജന്തുക്കളുമായിരുന്നു. അച്ഛൻ വേട്ടയ്ക്ക് പോയിട്ട് വരുമ്പോഴൊക്കെ ജീവനുള്ള മൃഗശിശുക്കളെ കൊണ്ടുവരിക പതിവായിരുന്നു. കുട്ടികളായ ഞങ്ങൾ തന്നെയാണ് അവയെ തീറ്റിപ്പോറ്റി വളർത്തിയിരുന്നത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഓരോ വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു.
ഒരാൾക്കൊരു ചെറിയ കുറുക്കൻ കുഞ്ഞ്, മറ്റൊരാൾക്കൊരു കഴുതക്കുട്ടി, ഏറ്റവും ചെറിയ അനിയത്തിക്ക് ഒരു ഗിനിപ്പന്നി. ഞാൻ നിനക്കൊരു ചെന്നായക്കുട്ടിയെ കൊണ്ടുവരാം. അച്ഛൻ എനിക്ക് വാക്ക് തന്നു. ചെന്നായയോ? വേണ്ട വേണ്ട, ചെന്നായ ഇണക്കാൻ വലിയ പ്രയാസമാണ്. അതിന് പകരം വേറെ എന്തിനെങ്കിലും എനിക്ക് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ കാര്യമായി പറയുകയാണോ? അമ്മ അച്ഛനോട് ചോദിച്ചു. അത് കുട്ടികളെ മാന്തുകയും കടിക്കുകയും ചെയ്തിട്ട് ഓടിപ്പോകും. ഭീരുക്കൾ! ഒരു പിഞ്ചു ശിശുവിനെ നിങ്ങൾക്ക് വാസ്തവത്തിൽ ഭയമാണെന്നോ? അത് വലിയ കഷ്ടമാണ്. ചെന്നായ്ക്കളെ നന്നായി ഇണക്കാൻ കഴിയും. ഇണങ്ങിയ ഒരു ചെന്നായെ പറ്റിയുള്ള ഒരു സംഭവ കഥ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. ഏറ്റവും വിശ്വസ്തനായ ഒരു പട്ടിയെ പോലെ ആ ചെന്നായ് അതിൻ്റെ യജമാനനെ സ്നേഹിച്ചിരുന്നു. അയാൾ പോകുന്നിടത്തെല്ലാം ചെന്നായിയും പോകും. അത് അയാളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ദീർഘയാത്രകൾക്കിടയിൽ കുതിരകളെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. മദ്യത്തോടുള്ള ആസക്തി മാത്രമായിരുന്നു അതിൻ്റെ ഒരേ ഒരു ദുശീലം. മദ്യത്തിന്റെ മണം വന്നാലുടനെ വീട് മുഴുവൻ പരിശോധിച്ച് കുപ്പി കണ്ടുപിടിക്കും. കണ്ടുകിട്ടിയാൽ നിലത്തിട്ടുരുട്ടി പൊട്ടിച്ച് മദ്യം മുഴുവൻ നക്കി കുടിക്കുകയും ചെയ്യും. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അത് തീംക ഫ്രൊലോവിനെ പോലെ ബഹളം കൂട്ടുമായിരുന്നോ? ഞങ്ങൾ ചോദിച്ചു. അത് വഴക്കുണ്ടാക്കുകയും പാത്രങ്ങൾ ഉടയ്ക്കുകയും ചെയ്യുമായിരുന്നോ? ഇല്ല, അതൊരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. കുടി കഴിഞ്ഞ് ഒരു മൂലയിലേക്ക് ഇഴഞ്ഞു ചെന്ന് കിടന്നുറങ്ങുകയായിരുന്നു അതിൻ്റെ പതിവ്. എന്നിട്ട് ഉറങ്ങിയുണർന്നാൽ അത് പിന്നെയും പഴയതുപോലെ വിവേകത്തോടെ പെരുമാറുകയും വിശ്വസ്തയോടെ പണിയെടുക്കുകയും ചെയ്തിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. ആ ചെന്നായ്ക്ക് പിന്നീട് എന്തു പറ്റിയെന്നാണ്. അത് പറയാം. അതിൻ്റെ യജമാനന് കുതിരവണ്ടിയിലും തീവണ്ടിയിലും വളരെ ദിവസം സഞ്ചരിച്ച് ദൂരെ ഒരിടത്തേക്ക് പോകേണ്ടി വന്നു. പുതിയ സ്ഥലം എങ്ങനെയായിരിക്കും എന്ന് അയാൾക്ക് തീർച്ചയില്ലായിരുന്നു. ചെന്നായയം കൊണ്ട് അവിടെ താമസിക്കാൻ ഒരു വീട് കിട്ടുമോ എന്ന് അയാൾ സംശയിച്ചു. അതുകൊണ്ട് ചെന്നായിയെ തൻ്റെ സ്നേഹിതനെ ഏൽപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ ചെന്നായിക്ക് അതിഷ്ടപ്പെട്ടില്ല. അതിനാൽ യജമാനൻ അതിനെ സ്നേഹിതന്റെ അടുക്കൽ കൊണ്ട് തിരിച്ചെത്തുമ്പോഴേക്ക് തന്നെ ചെന്നായി വീട്ടിൽ തിരിച്ചെത്തി. യജമാനൻ പിന്നീട് അതിനൊരു കാട്ടിൽ കൊണ്ടുപോയി വിട്ടു. എന്നാൽ ആദ്യത്തേതുപോലെ തന്നെ യജമാനൻ വീട്ടിലെത്തും മുമ്പ് തന്നെ ചെന്നായും തിരികെ വീട്ടിലെത്തി. ഒടുവിൽ ചെന്നായ്ക്ക് വിഷം കൊടുത്തിട്ട് പോകാൻ അയാൾ നിർബന്ധിതനായി. അതികഠിനമായ ദുഃഖത്തോടു കൂടി അയാൾ ചെന്നായ്ക്ക് വിഷം കലർന്ന മരുന്ന് കൊടുത്തു. അയാൾ വണ്ടിയിൽ കയറി പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ വണ്ടിയുടെ പിന്നാലെ തൻ്റെ ചെന്നായ് ഓടി വരുന്നത് അയാൾ കണ്ടു. കൊടുത്ത മരുന്നിന്റെ അളവ് കുറവായിരുന്നതിനാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം വീണ ചെന്നായ് യജമാനന്റെ മണം പിടിച്ച് പുറകെ ഓടിയെത്തുകയായിരുന്നു. പിന്നീടുള്ള 1000 നാഴിക അത് യജമാനനോടൊപ്പം വണ്ടിയിലാണ് സഞ്ചരിച്ചത്. ട്രെയിനിലും ബോട്ടിലും ഒക്കെ യാത്ര ചെയ്തുവെങ്കിലും കൂടെയുള്ളത് ഒരു പട്ടിയാണ് എന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞത്. ചെന്നായ് അതിയായ അച്ചടക്കത്തോടെ പെരുമാറിയതുകൊണ്ട് ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല. അവർ പിന്നീട് ഒരിക്കലും വേർപിരിഞ്ഞില്ല. വളരെ വയസ്സാകുന്നത് വരെ ചെന്നായ അയാൾക്കൊപ്പം തന്നെ താമസിച്ചു. ഭേഷ്! ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ചെന്നായ്ക്കളെ പറ്റി ഒരു കഥ കൂടെ പറയൂ അച്ഛാ. കഥ പറഞ്ഞതുകൊണ്ടായില്ല. ഞാൻ ജീവനുള്ള ഒരു ചെന്നായ്ക്കുട്ടിയെ കൊണ്ടുവന്ന് തരാം. അതിനെ നിങ്ങൾ തന്നെ തീറ്റിപ്പോറ്റി വളർത്തൂ. അപ്പോൾ രസകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയും. അന്നു മുതൽ ദിവസവും ഞാൻ അച്ഛനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്റെ ചെന്നായ്ക്കുട്ടി എവിടെ? അച്ഛൻ പറഞ്ഞല്ലോ എനിക്കൊന്നിനെ കൊണ്ടുവരാമെന്ന്. അതെവിടെ? ഒരു പ്രഭാതത്തിൽ ഞാൻ ഉണരുന്നതിന് മുൻപ് ആരോ എൻ്റെ കട്ടിലിനടുത്ത് വന്ന് ഉറക്കെ പറഞ്ഞു, എണീക്ക്, കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കുടൻ തന്നെ കാര്യം മനസ്സിലായി. ഞാൻ കട്ടിൽ നിന്നും ചാടിയിറങ്ങി ധൃതിയിൽ കോട്ടിട്ട് മുറ്റത്തേക്കോടി. ആലയിലേക്ക് ഓടിക്കോ, അച്ഛൻ വിളിച്ചു പറഞ്ഞു. മുറ്റത്തിന്റെ മൂലയ്ക്ക് ഒരു കൊട്ടിലുണ്ടായിരുന്നു. തുരുമ്പ് പിടിച്ച ഇരുമ്പ് സാമാനങ്ങൾ, ഒടിഞ്ഞ തെന്നുവണ്ടികൾ, പൊട്ടിയ പാത്രങ്ങൾ മുതലായവ കൂട്ടിയിട്ടിരുന്നത് അവിടെയാണ്. അതിൻ്റെ കതക് അമർത്തി അടച്ചിരുന്നു. വാതിൽ തുറന്നു പോകാതെ ഒരു വലിയ കല്ലും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാതിൽ അല്പം തുറന്ന് അകത്ത് കയറി. അകത്ത് ഇരുട്ടായിരുന്നു. നല്ല വെളിച്ചത്തിൽ നിന്ന് കയറി വന്നതുകൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കൊല്ലന്മാർ തീ കൂട്ടാറുള്ള അടുപ്പിന്റെ അടിയിൽ പെട്ടെന്ന് എന്തോ അനങ്ങുന്ന ശബ്ദം കേട്ടു. ഇരുട്ടിൽ
പച്ച നിറമുള്ള 4 കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടി പിന്മാറി. ഒരു ചെറിയ ചെന്നായ്ക്കുട്ടിയെ കണ്ടാൽ പേടിയാകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇതിന് 4 കണ്ണുകൾ ഉണ്ടായിരുന്നു. മണ്ടിപ്പെണ്ണെ, അവിടെ 2 എണ്ണമുണ്ട്, അച്ഛൻ പറഞ്ഞു. ചെന്നായ്ക്കുട്ടികൾ മുരണ്ടു. അവ അടുപ്പിനടിയിൽ കുറെ കൂടി ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അവയുണ്ടാക്കിയ ശബ്ദം കൊണ്ടാണ് എനിക്കത് പിടികിട്ടിയത്. ഒരു മൃഗത്തോടടുക്കാനുള്ള ഒരേ ഒരു മാർഗം അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കുക എന്നതാണെന്ന് ഇതിനകം തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് ഓടി. ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്ത് അതിൽ കുറച്ച് റൊട്ടിക്കഷ്ണങ്ങളിട്ട് കുതിർത്തു. പാൽപാത്രം ഞാൻ ആലയിലേക്ക് കൊണ്ടുപോയി. കുറെ വെളിച്ചം അകത്ത് കടക്കാനായി ആലയുടെ വാതിൽ തുറന്നു വെച്ചു. പാൽപാത്രം നിലത്തു വെച്ചിട്ട് ഞാൻ ഇരുട്ടിൽ മറഞ്ഞു നിന്നു. പാൽപാത്രത്തിനടുത്ത് ചെല്ലാൻ ചെന്നായ്ക്കുട്ടികൾക്ക് ധൈര്യമായിരുന്നില്ല. സമയം കുറച്ചു കഴിഞ്ഞു. അവയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നിരിക്കണം. പാൽപാത്രത്തിൽ നിന്ന് ഉയർന്ന ഗന്ധവും ഹൃദ്യമായിരുന്നു. ഒടുവിൽ ചാരനിറമുള്ള ഒരു ചെറിയ മുഖം പുറത്തേക്ക് എത്തി നോക്കി. തൊട്ടടുത്ത് മറ്റൊന്നുകൂടി പ്രത്യക്ഷപ്പെട്ടു. ചെന്നായ്ക്കുട്ടികൾ ഇഴഞ്ഞു പുറത്തു വന്നു. ചുറ്റും നോക്കിയിട്ട് സാവധാനം പാൽപാത്രത്തിനടുത്തേക്ക് ചെന്നു. ചെന്നായ്ക്കുട്ടികളെ കുറിച്ചുള്ള ബാക്കി കഥ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഇന്ന് കേട്ട അത്രയും എല്ലാവർക്കും ഹൃദ്യമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ദിവസം ബാക്കി കഥകൾ.